ഇതുണ്ടോ, നേരത്തെക്കാട്ടിലും വെള്ളം കൂടി വന്നു. ഇപ്പോൾ നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ വീടിൻ്റെ ഒരു സ്റ്റെപ്പിൽ എത്താറായി വെള്ളം. ഇനി ഇത് നിർത്താതെ പെയ്യാന്ന് വെച്ചാൽ ഫുള്ളായിട്ട് വെള്ളം നിറയും. പിന്നെ വീട്ടിൽ ഉള്ളിൽ കുട്ടുമുണ്ട്. അവനെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ലെന്ന്, മഴ കാരണം. വെള്ളം കണ്ട അവന് പുറത്തേക്ക് ഇറങ്ങാൻ മടിയാണ്. ഇത് കാരണം പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. അല്ലെങ്കിൽ കുറച്ച് സമയം പുറത്തേക്ക് ഇറങ്ങി റോട്ടിൽ കൂടെ നടത്തിക്കാറുണ്ട്. അത് ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴയില്ല, അത് കാരണം പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. അപ്പം അവന് അവിടെ സോഫയിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ മുറ്റത്തേക്ക് ഇപ്പോൾ ആർക്കും ഇറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ കുളിക്കണമെങ്കിലും അലക്കണമെങ്കിലും ഒക്കെ പുറത്തേക്ക് തന്നെ ഇറങ്ങണം. അപ്പം പുറത്തേക്ക് തന്നെ ഇറങ്ങിയിട്ട് മഴ കൊണ്ടിട്ടാണ് ഇപ്പോൾ കുളിച്ചത്, മറ്റേ അലക്കിയതൊക്കെ. ഇതിന്ന് മഴ ഇന്നും കൂടി രാത്രി വരെ പെയ്തുകൊണ്ടിരുന്ന എല്ലായിടത്തും, ഇവിടെ മാത്രമല്ല കേട്ടോ, ഈ പ്രദേശത്ത് എല്ലായിടത്തും നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട്. ഇതിനും നന്നായിട്ട് മഴ, ഓരോ സ്ഥലത്തും നന്നായിട്ട് മഴ പെയ്തിട്ട് എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ ഇത് കണ്ടില്ല, എൻ്റെ വീടിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയാണിത്. വീടിൻ്റെ ഓട് മൊത്തം പോയർക്കാണ്, മേൽക്കൂര മൊത്തം പോയർക്കാണ്. കാരണം ചെതൽ കയറിയിട്ട് മൊത്തം മേൽക്കൂര പോയിരിക്കുകയാണ്. ഇതിപ്പോൾ ഇന്നലെ രാത്രി നല്ല ശക്തമായിട്ടുള്ള മഴയ്ക്ക് കിടന്നുറങ്ങാൻ തന്നെ പേടിയായിരുന്നു. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, കാരണം മേൽക്കൂരകളിൽ ചില ഭാഗങ്ങളൊക്കെ പോയർക്കണു. കാരണം അത് ഈ ചെതൽ തിന്ന് അതിൻ്റെ ആ ബലം തന്നെ കുറഞ്ഞു വന്നു. എപ്പോഴാണ് വീഴുകയെന്ന് പറയാൻ പറ്റില്ല. ദൈവം സഹായിച്ചിട്ട് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അധികം ഡേഞ്ചർ അല്ലാത്ത സ്ഥലത്താണ് ഇപ്പോൾ കുറച്ച് സമയം ഇരുന്നത്. കാരണം ഇത് ഇങ്ങനെ നോക്കിയപ്പോൾ മനസ്സിലാവില്ല, നല്ലോണം നോക്കിയാലാണ് മനസ്സിലാവുക. എല്ലാം പോയിട്ടുണ്ട്, മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെതലാണ്. കംപ്ലീറ്റ് ചെതലാണ്. അത് പഞ്ചായത്തിലും ഒരുപാട് സ്ഥലത്തും പോയിട്ട് പറഞ്ഞതാണ്. അതിനെന്തെങ്കിലും സഹായം കിട്ടിയാലല്ലേ അതൊന്ന് പുതുക്കി പണിയാൻ പറ്റില്ല. ഒരുപാട് സ്ഥലത്ത് ചെന്ന് പറഞ്ഞപ്പോഴും അവരൊക്കെ ചെയ്യാ പറയാന്നല്ലാതെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. വീടിന് ഓടായ കാരണം മേൽക്കൂര മൊത്തം പോയർക്കാണ്. അതിപ്പോൾ എങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. പിന്നെ ഹസ്ബൻഡാണെങ്കിൽ എന്തെങ്കിലും ഇതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അവരിങ്ങനെ റെഡിയാക്കി വെക്കുക ചെയ്യുക. കാരണം കയ്യിൽ ഇപ്പം പെട്ടെന്ന് നേരാക്കാനുള്ള പൈസ ഇല്ലാത്ത കാരണമാണ് ഇപ്പോൾ അത്. ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ പഞ്ചായത്തിലും അവിടെ ഇവിടെയൊക്കെ പോയി പറഞ്ഞു, ഇപ്പം ശരിയാവും എന്ന് പറയാമെന്നല്ലാതെ കുറേ കാലം മുന്നേ ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയതാണ്. ഇനി ഈ ഒരു മഴ മാത്രമേ ഇത്